ആക്ഷേപിച്ചാൽ എനിക്കൊരു ചുക്കും ഇല്ല, ഞാൻ അതിനെ ഭയപ്പെടുന്നുമില്ല. ഉള്ളത് പറയുക. നിങ്ങളെപ്പോലത്തെ ഈ മൊയ്ലിയാക്കന്മാര് വരും എന്നറിയാവുന്നത് കൊണ്ടാണ് അല്ലാഹു തആല മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ യാത്രയാക്കിയത്. നിങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് പറയണത്, അല്ലാതെ അവരോട് താല്പര്യം ഉണ്ടായിട്ട് പറയണതല്ല. ഇത്രയും ശക്തമായി മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവര് ഏകദൈവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ് ഈ ദീനെന്നും ബഹുദൈവ വിശ്വാസത്തിൽ കൊണ്ടുവരണമെന്നും അള്ളാഹു അല്ലാതെ മറ്റാരെയും ഒന്നും ചെയ്യാൻ പാടില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് പോലും നിങ്ങളൊക്കെ വാനലോകത്ത് നടക്കുന്ന വിമാനം കൂട്ടിയിടിക്കാതിരിക്കുന്നു, മടവൂര് നോക്കിയിരിക്കുന്നതുകൊണ്ടാണെന്ന് ഒക്കെ പറയുന്നെങ്കിൽ ഈ പറച്ചൽ ഉണ്ടാകുന്ന അറിയാവുന്നത് കൊണ്ടാ ഇവരെയൊക്കെ അള്ളാഹു യാത്രയാക്കിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ബഹുമാനപ്പെട്ട രണ്ടരക്കാരൻ മീരാൻ ഉസ്താദ് അദ്ദേഹമാണ് ഇപ്പോൾ പറഞ്ഞത്, ഇവിടെ ഈ മുസ്ലിയാക്കന്മാരെ, ഈ തലപ്പാവുകാരെ അവരുടെ വയറ് നിറക്കാൻ വേണ്ടി ഓരോരുത്തരെ ഔലിയ എന്ന് പറഞ്ഞ് കള്ളപ്രചരണം, അവരുടെ കറാമത്തുകൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിച്ച് വിശ്വാസത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അകറ്റി ഉണ്ടാക്കുന്ന ഇവരുടെ സ്വന്തം കാര്യത്തിന്, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഭ്രാന്തന്മാരെ പോലെ. അതാണ് രണ്ടരക്കാരൻ ഉസ്താദ് പറഞ്ഞത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുജാഹിദ് വഹാബികളെ ഇവിടത്തേക്ക് ഇറക്കിയത് തന്നെ ഇത്തരക്കാർ ഉള്ളത് കൊണ്ടാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിൻ്റെ പേര് മാത്രമാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ല. ഇവരുടെ വയറ് നിറക്കുന്നത് തന്നെ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ ഉറൂസുകളും അതുപോലെ ഔലിയാക്കന്മാരെ വെറുതെ, ഔലിയാക്കന്മാരെ എല്ലാവരും അംഗീകരിക്കുന്നു. അത്തരക്കാരല്ല ഇത്. അതാണ് ബഹുമാനപ്പെട്ട രണ്ടരക്കാരൻ മീറാൻ ഉസ്താദ് പറഞ്ഞത്. ഇവിടെ മുജാഹിദുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കാൻ കാരണം ഇവർ തന്നെയാണ് എന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുജാഹിദുകൾ ശരിയാണെന്ന് പറയുന്നതല്ല, അതും അദ്ദേഹം പറയുന്നു. എങ്കിലും അവർ അള്ളാഹുവിനെ വിളിക്കുന്നു, അള്ളാഹുവിൻ്റെ കാര്യം മാത്രം പറയുന്നു. അവരുടെ ഭാഗത്ത് എല്ലാം ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നതല്ല. എങ്കിലും നമ്മളാണെങ്കിലോ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ് എത്ര കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇതിനെ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഓരോ ഭ്രാന്തുകളാണ്, ഭ്രാന്തന്മാരെ പോലെയാണ് ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞ് അവരും ഭ്രാന്തന്മാരാണ്. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളോ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തതാണ്, അതിനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരക്കാരെ ഒരു ഇല അനങ്ങണമെങ്കിൽ അവിടുത്തെ CM ഉദ്ദേശിക്കണമെന്നും CM കാണണമെന്നും അതുപോലെ ഫ്ലൈറ്റുകൾ മുട്ടാതിരിക്കാൻ അല്പം നേരം കണ്ണടച്ചാൽ ഫ്ലൈറ്റുകൾ മുട്ടുമെന്നും പറയുന്ന അത്തരക്കും കപ്പൽ ശരിയാക്കിയതും എല്ലാം ഒട്ടനവധി കറാമത്തുകളുടെ പൂരമാണ് ഇവരുടേത്. അതാണ് ഇവർ കറാമത്ത് പറഞ്ഞ് ഇവിടത്തേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഇമാം മഹദി വരാനേ ഉള്ളൂ. ഇമാം മഹദി വരാൻ ഒരുപാട് കാലങ്ങളുണ്ടെന്ന് പറയുന്നില്ല, എങ്കിലും അതിൻ്റെ സൂചന എത്തിയിട്ടില്ല. ഒരുപാട് അടയാളങ്ങൾ വന്നിട്ടുണ്ടാകും, എങ്കിലും ഇമാം മഹദി എത്തി എന്നുള്ള ഒരു സൂചനയും വന്നിട്ടില്ല. അത് എത്ര കാലമുണ്ടെന്നും ശരിയായ അറിവില്ല. എങ്കിലും ഇവിടെ ഒരു ഭ്രാന്തൻ പറയുന്നത് ഇമാം മഹദിയുടെ ഷെയ്ഖിനെ ഞാൻ കണ്ടു, മുസാഫാത്ത് ചെയ്തു എന്നാണ് പറയുന്നത്. എത്ര ഖേദകരമാണ്. അതിന് തക്ബീർ വിളിക്കാനും അതും നിങ്ങൾക്ക് കേൾക്കാം. തക്ബീർ വിളിക്കുന്ന അനുയായികൾ, അവരുടെ ശിഷ്യന്മാർ അവർക്ക് പഠിപ്പിക്കുന്നത് ഇതാണോ ഇസ്ലാം?
ഇവർക്ക് എന്തിന് വേണം ഈ തലപ്പാവും ഇസ്ലാമിൻ്റെ പേരും? ഇവർക്ക് എന്തിന് വേണം? നല്ല രീതിയിൽ സാധാരണക്കാരെ പോലെ ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് അവർ ചെയ്യുന്ന കഴിവിൻ്റെ പരമാവധി ചെയ്യുന്ന ഇബാദത്തുകൾ പോരെ? അതല്ലേ ഇസ്ലാം? അതല്ലേ സുന്നത്ത്? അതല്ലേ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവർ എന്ന് പറയുന്നത്? ഇത്തര കള്ളന്മാരെയാണോ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് വിരമിക്കാം. അവസാനം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇവിടെ തരീക്കത്തിൽ കൂടിയാണ് ഈ ലോകം അവസാനിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മഹദി തങ്ങൾ ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്തൊരു കരിങ്കൊടി കാണുമ്പോൾ അവിടെ നിങ്ങൾ പോയിട്ട് നോക്കണം, അവിടെ ഇമാം മഹദി വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട മഹദി ഇമാമിന്റെ ശൈഖ് മൗലാനാ റിയാദുദ്ദീനുൽ ഖുറാസാനി എന്ന് പറയുന്ന മഹാൻ എനിക്ക് നേരിട്ട് എൻ്റെ ശൈഖ് തങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. 85 ഞാൻ ഹജ്ജിന് പോയ സമയത്ത് മസ്ജിദ് ഖുബായിൽ ഞാൻ എനിക്ക് ഇശാറത്ത് തന്നു, ഒന്നിരിക്കലും മദീനത്തുണ്ടാവും അല്ലെങ്കിൽ മസ്ജിദ് ഖുബയിലുണ്ടാവും കേട്ടോ. ചെന്നു മദീനത്തൊക്കെ നോക്കി, എവിടെയും കണ്ടില്ല, പറഞ്ഞ സിഫത്ത് എവിടെയും കിട്ടിയില്ല. മസ്ജിദ് ഖുബയിൽ ചെന്നപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നു ഒരു മഞ്ഞ കളറുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇഹ്റാമിൽ കെട്ടിനിരിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ബടിയും പൊക്കണമൊക്കെ ഇരുത്തുണ്ട്. എന്നെ കണ്ടുമ്പാട് ഞാൻ സലാം ഓടിച്ചെന്ന് സലാം പറഞ്ഞ് കൈ പിടിച്ചപ്പോൾ 2 കൈയും കൊണ്ട് നീടിത്തന്നു വിട്ടു. അങ്ങനെ ആക്കി. കണ്ടോ, അത് മൗലാനാ റിയാദുദ്ദീനുൽ ഖുറാസാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. മൂപ്പരാണ് മഹദി ഇമാമിൻ്റെ ഷെയ്ഖ്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചപ്പോൾ ഞാൻ മൂപ്പരായിട്ട് പരിചയപ്പെട്ടു. ഷെയ്ഖിനെ പരിചയപ്പെട്ട ആളും മുരീദിനെയും പരിചയപ്പെട്ടുകൂടാ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. അത് നമ്മളെ കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.